ലോക നേതാക്കളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനമാകട്ടെ അത് നിർണ്ണയിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം അദ്ദേഹം എല്ലായിടത്തും ഒന്നാമൻ തന്നെയാണ്. മോദിയുടെ നയതന്ത്രത്തിൽ വീഴാത്ത രാജ്യങ്ങളില്ല എന്ന് പറയണം. അതാണ് വാസ്തവം. മാത്രമല്ല, അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ലോക നേതാക്കൾ പോലും ചുരുക്കമാണ്. ഇപ്പോൾ ട്രംപിനെ പോലും പിന്തള്ളിക്കൊണ്ട് അദ്ദേഹമാകട്ടെ ഇൻസ്റ്റഗ്രാമിൽ പോലും ഒന്നാമതെത്തിയിരിക്കുകയാണ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ പോലും മോദി തരംഗമാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. ഏകദേശം 100 ദശലക്ഷം, അതായത് 10 കോടി ഫോളോവേഴ്സ് എന്ന ചരിത്ര നാഴികക്കല്ലാണ് മോദി പിന്നിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പട്ടിക അത് തകർക്കുന്ന ലോകത്തിലേക്ക് വെച്ച് തന്നെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതോടുകൂടി തന്നെ ഡിജിറ്റൽ ലോകത്തും സമാനതകളില്ലാത്ത വിജയമാണ് മോദി കൈവരിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ അഭിമാനമായ ഈ നേട്ടമാകട്ടെ 2026 ഫെബ്രുവരി 26 ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടത്. ലോക നേതാക്കളിൽ 2ാം സ്ഥാനത്തുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ ഇരട്ടിയിലധികം ജനപിന്തുണയാണ് മോദിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ 43.2 ദശലക്ഷം ഫോളോവേഴ്സാണ് ട്രംപിനുള്ളത്. പ്രധാനമന്ത്രിയുടെ ഈ വൻ കുതിപ്പാകട്ടെ ആഗോള തലത്തിൽ പോലും ഭാരതത്തിലുള്ള വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെയും യുവതലമുറയ്ക്കിടയിൽ പോലും മോദിക്കുള്ള ആ സ്വീകാര്യതയുടെയും തെളിവായി തന്നെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമായി മാറുന്നു. അതേസമയം 2014 അധികാരമേറ്റ അതേ വർഷമാണ് മോദി ഇൻസ്റ്റഗ്രാമിൽ സജീവമാകാൻ തുടങ്ങിയത്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് ലഭിക്കുന്ന ഡിജിറ്റൽ ഇടമായി തന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മാറിയിരിക്കുകയാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബേന്ദ്രോ ആകട്ടെ 15 മില്യൺ ഫോളോവേഴ്സാണ് അദ്ദേഹത്തിനുള്ളത്. അതേപോലെ തന്നെ തുർക്കി പ്രസിഡന്റിനാകട്ടെ 11.6 മില്യൺ എന്നിവയാണ് ഈ പട്ടികയിൽ പിന്നിലുള്ള പ്രമുഖരായ നേതാക്കൾ. ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ പട്ടികയിൽ അടുത്ത 5 സ്ഥാനങ്ങളിലുള്ള ലോക നേതാക്കളുടെ ആകെ ഫോളോവേഴ്സിനേക്കാൾ കൂടുതലാണ് മോദിയുടെ വ്യക്തിഗത ഫോളോവേഴ്സിന്റെ എണ്ണം എന്നതാണ്. ഭാരതത്തിനുള്ളിലെ രാഷ്ട്രീയ എതിരാളികളെക്കാൾ ബഹുദൂരം മുന്നിലാണിപ്പോൾ മോദി സഞ്ചരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കാകട്ടെ 12.6 മില്യൺ, അതായത് മോദിയുടെ 1/7 പോലും ജനപിന്തുണ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. മോർണിംഗ് കൺസൾട്ട് പോലുള്ള ആഗോള ഏജൻസികളുടെ സർവേകളിൽ 67% അപ്രൂവൽ റേറ്റിംഗുമായി തന്നെ ലോകത്തെ ഏറ്റവും വലിയ ജനപ്രിയ നേതാവിൽ മോദി ഇവിടെ തുടരുന്നതിനിടയിലാണ് ഇത്തരമൊരു റെക്കോർഡ് കൂടെ, അല്ലെങ്കിൽ ഈ ഒരു റെക്കോർഡ് നേട്ടം കൂടെ അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം ദൃഢമാകുന്നതിനും ഭാരതത്തിന്റെ ആ ഒരു സംസ്കാരവും വികസന നേട്ടങ്ങളും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനും ഇൻസ്റ്റഗ്രാം പോലുള്ള ആ ഒരു പ്ലാറ്റ്ഫോമുകളിൽ മോദി ഫലപ്രദമായി തന്നെ അത് ഉപയോഗിക്കുന്നു എന്നത് വേണം ഇവിടെ എടുത്തു പറയാൻ. ഈ നേട്ടം ലോകവേദിയിൽ ഭാരതത്തിന്റെ പ്രതീകാത്മകമായ, അല്ലെങ്കിൽ ആ ഒരു പ്രതീകമായ മോദിയുടെ വ്യക്തിപ്രഭാവത്തിനുള്ള അംഗീകാരമായി തന്നെയാണ് ദേശീയവാദികൾ പോലും അതിനെ കണക്കാക്കുന്നത്. അതായത് മോദി ഇപ്പോൾ എല്ലായിടത്തും അദ്ദേഹം ഒന്നാമതെത്തിക്കൊണ്ട് മോദി തരംഗം എല്ലായിടത്തും സൃഷ്ടിക്കുകയാണ് എന്നതാണ് ഇവിടെ വാസ്തവത്തിൽ എടുത്തു പറയുന്ന മറ്റൊരു സവിശേഷത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.